ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും തൈപ്പൂയ ദിനമാണ്. ഭഗവാൻ ശ്രീ മുരുകന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഗദംബയുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശുഭദിനം നേരുകയാണ്. ദേവീനാരായണീയം പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീനാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീനാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ്, ദേവിക്ക് നിവേദിച്ചിരിക്കുന്നതാണ്. അതാണ് നിവേദ്യം. 41 ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവീനാരായണീയത്തിൽ 1 മുതൽ 17 വരെയുള്ള ദശകങ്ങൾ നാം ഇതിനകം അനുസ്മരിച്ചു കഴിഞ്ഞു. ദശകം 18 രാമകഥ. അതിൽ 1, 2, 3, 4, 5 ഈ 5 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ അനുസ്മരിച്ചു. ഇന്ന് ഈ ദശകം 18 ശ്ലോകങ്ങൾ നാം അനുസ്മരിക്കുവാൻ പോകുന്നത് 6, 7, 8, 9, 10 ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയാണ്. ആരാധ്യനായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന ഗ്രന്ഥത്തിലെ 18ാമത്തെ ദശകം, അതാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. നമുക്ക് ഈ ദശകത്തിലെ ശ്ലോകങ്ങളുടെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 6 പാരായണം.
ഹരേ കൃഷ്ണ. ശ്രുതാ തയാ ഭൂതശരീരിവാക്തേ ഹരി പതിർഭാവിനി ജന്മനി സ്യാത് നിശമ്യ തദ്ഹൃഷ്ടമനാസ്തഥൈവ കൃത്വാ തപസ്തത്ര നിനായ കാലം. ശ്ലോകം 7. താം രാവണ കാമശരാർദിത സംസ്ഥകർഷ സാജസ്തവനേന ദേവീം പ്രസാദ്യ കോപാരുണലോചനാഭ്യാം നിരീക്ഷ്യതം നിശ്ചലമാതതാനാം. ശ്ലോകം 8. ശശാപതം ച ത്വമരേമദർത്തേ സബന്ധവോ രാക്ഷസ നംക്ഷസീതി സ്വം കൗണവസ്പൃഷ്ടമശുദ്ധദേഹം യോഗേന സദ്യോ വിജഹൗ സതീ സാ. ശ്ലോകം 9. ജാതാ പുനഃ സാ മിഥിലേശകന്യാ കാലേ ഹരിം ത്വാം പതിമാപദൈവാത് സഹന്യതാം സത്വരമാശരീന്ദ്രസ്തന്നാശകാലസ്തു സമാഗതശ്ച. ശ്ലോകം 10. തദർത്ഥമാരാധയ ലോകനാഥാം നവാഹയജ്ഞേന കൃതോപവാസഃ പ്രസാദ്യതാമേവ സുരാ നരാശ്ച കാമാൻ ലഭന്തി ശുഭമേവ തേ സ്യാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 6. പദച്ഛേദം. ശ്രുതാ തയാ അഭൂത് അശരീരിവാക് തേ ഹരിഃ പതിഃ ഭാവിനി ജന്മനി സ്യാത് നിശമ്യ തത് ഹൃഷ്ടമനാഃ തഥൈവ കൃത്വാ തപഃ തത്ര നിനായ കാലം. ഈ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. തയാ അശരീരിവാക്ക്. തയാ അവളാൽ ഒരു അശരീരിവാക്ക്. ശ്രുത അഭൂത് കേൾക്കപ്പെട്ടു. തേ ഭാവിനീ ജന്മനി നിനക്ക് അടുത്ത ജന്മത്തിൽ. ഭാവിനീ ജന്മനി അതാണ് അടുത്ത ജന്മത്തില്. ഹരിഹി പതിഹി സ്യാത് ഹരി വിഷ്ണുവിനെ പതി ഭർത്താവായി ലഭിക്കും. തത് നിശമ്യ ഹൃഷ്ടമനാഹ അത് കേട്ട് അത്യന്തം സന്തോഷത്തോടെ തഥാ ഏവ തപഃ കൃത്വാ അങ്ങനെ തന്നെ തപസ് ചെയ്തുകൊണ്ട് തത്ര കാലം നിനായ അവൾ അവിടെ തന്നെ പാർത്തുപോന്നു. അതായത് ശ്രീരാമന്റെ മുമ്പിൽ നാരദ മഹർഷി വന്നെത്തുകയാണ് അല്ലേ. ആ നാരദ മഹർഷി പറയുന്നുണ്ട്, അങ്ങ് വെറും പ്രാകൃത മനുഷ്യനെ പോലെ കരയുകയാണോ? വിലപിക്കരുത്. അങ്ങ് രാവണനെ നിഗ്രഹിക്കുക, രാവണനെ വധിക്കുക, അതിനുവേണ്ടി അവതരിച്ച വിഷ്ണുവാണ്. അത് മറന്നുവോ? ഇപ്രകാരം ചോദിക്കുകയാണ് നാരദൻ. പിന്നെ നാരദൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. എന്താണ് പറഞ്ഞത്? അങ്ങയുടെ സീതാദേവി ആരാ? അത് പറഞ്ഞു കൊടുക്കണു. സീതാദേവിയുടെ ആ കഥ കൃതയുഗത്തില്, പണ്ട് കൃതയുഗത്തില് അവിടെ രാജാവായിരിക്കുന്ന കുശധ്വജന്റെ പുത്രിയായിട്ടൊരു കന്യകയുണ്ടായിരുന്നു. അവളുടെ പേര് വേദവതി എന്നാണ്. ആ കന്യകയ്ക്ക് ബാല്യത്തിൽ തന്നെ വേദങ്ങളൊക്കെ നല്ലവണ്ണം അറിയാമായിരുന്നു. അങ്ങനെയുള്ള ആ വേദവതി മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്യാണ്. അതിനുവേണ്ടി എന്താ ചെയ്തത്? ആ കന്യക പുഷ്കരദ്വീപില് ചെന്ന് ഒറ്റയ്ക്ക് താമസിച്ച് ഭഗവാനെ കഠിനമായി തപശ്ചര്യയിൽ മുഴുകിക്കൊണ്ട് ആരാധിച്ച് സ്മരിച്ചു. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു പുഷ്കരദ്വീപില് അല്ലേ. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയണു, തയാ അശരീരിവാക്ക്. നാരദ മഹർഷി പറയാണ്, ആ വേദവതി ഒരു അശരീരിവാക്ക് ശ്രുത അഭൂത് കേൾക്കുകയുണ്ടായി. എന്താണ് കേട്ടത്? തേ ഭാവിനീ ജന്മനി നിനക്ക് അടുത്ത ജന്മത്തിൽ ഹരിഹി പതിഹി സ്യാത്
മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് ലഭിക്കും. തത് നിശമ്യ ഹൃഷ്ടമനാഹ. അത് കേട്ടപ്പോ അത്യധികം സന്തോഷവതിയായി ആ വേദവതി. അങ്ങനെ വീണ്ടും തപസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തത്ര കാലം നിനായ, അവിടെ തന്നെ തപസ് ചെയ്തുകൊണ്ട് ആ വേദവതി അവിടെ തന്നെ കാലം കഴിച്ചു കൂട്ടി. തപസ് ചെയ്തുകൊണ്ട് അവൾ അവിടെ തന്നെ പാർത്തുകൊണ്ടേയിരുന്നു. അവിടെ തന്നെ തപസ്സും ചെയ്ത് പാർത്തു. ശ്രീ നാരദ മഹർഷി വേദവതിയുടെ തപസ് ഫലിച്ചു എന്ന് പറയാണ്. അതായത് ഭഗവാനെ തനിക്ക് പതിയായിട്ട് ലഭിക്കുമെന്ന് അശരീരി വാണി വഴിയായിട്ടാണ് കേട്ടത് അല്ലേ? അതറിഞ്ഞു. എങ്കിലും വീണ്ടും തപസ് ചെയ്തുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ പാർത്തു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ശ്ലോകം 7 പദച്ഛേദം നോക്കാം. താം രാവണഃ കാമശരാർദിതഃ സംചകർഷ സ ച സ്തവനേന ദേവീം പ്രസാദ്യ കോപാരുണലോചനാഭ്യാം നിരീക്ഷ്യ തം നിശ്ചലം ആതതാന. അന്വയാർത്ഥം നോക്കാം. രാവണഃ കാമശരാർദിതഃ സ. രാവണൻ കാമപീഡിതനായിട്ട് താം ചകർഷ, അവളെ കയറി പിടിച്ചു വലിച്ചു. സാജസ്തവനേന, അവളാകട്ടെ സ്തുതി കൊണ്ട്, സ്തവനേന സ്തുതി കൊണ്ട് ആരെയാണ് പ്രസാദിപ്പിച്ചത്? ദേവിയും പ്രസാദ്യ, ദേവിയെ പ്രസാദിപ്പിച്ച് കോപാരുണലോചനാഭ്യാം, ദേഷ്യം കൊണ്ട്, അത്യധികം കോപം കൊണ്ട് തുടുത്ത കണ്ണുകൾ, ആ കണ്ണുകൾ കൊണ്ട് തം നിരീക്ഷ, ആ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. ആരെ? രാവണനെ. നിശ്ചലം ആതതാന, നിശ്ചലനാക്കി തീർത്തു. അത്രയ്ക്കും കോപം അവൾക്ക് കോപം ഉണ്ടായി. അത്യധികം കോപത്തോടു കൂടിയിട്ട് ആ തുടുത്ത കണ്ണുകൾ കൊണ്ട് രാവണനെ തുറിച്ചു നോക്കി. ആ സമയം അവനെ നിശ്ചലനാക്കി തീർത്തു. അതായത് ഇവിടെ ശ്രീനാരദ മഹർഷി പറയണു, വേദവതി തപസ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. എവിടെ? പുഷ്കരദ്വീപില് അല്ലെ? അവിടെ ആ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം രാവണൻ അവിടെ വരികയാണ്. രാവണഃ കാമശരാർദിത സ, രാവണൻ കാമപീഡിതനായിട്ടാണ് വരണത്. എന്നിട്ടോ താം ചകർഷ, അവളെ കയറി പിടിച്ചു വലിച്ചു. സാ അജസ്തവനേന, അവളോ സ്തുതി കൊണ്ട് ദേവിയെ പ്രസാദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു ദേവിയെ. കോപാരുണലോചനാഭ്യാം, കോപത്താൽ തുടുത്ത് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട്, ആ ചുമന്ന കണ്ണുകളെ കൊണ്ട് തം നിരീക്ഷ, ആ രാവണനെ തുറിച്ചു നോക്കി. നിശ്ചലം മാതതാന, നിശ്ചലനാക്കി തീർത്തു ആ രാവണനെ. വേദവതി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പുഷ്കരദ്വീപിലേക്ക് രാവണൻ വന്നതും ആ സുന്ദരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയതും ബലാത്കാരമായി അവളെ കയറിപ്പിടിച്ചതും. ആ സമയത്ത് അവൾ ദേവിയെ സ്തുതിച്ചു. ദേവി അവൾ പ്രസാദിപ്പിച്ചു. തൻ്റെ കോപത്താൽ തുടുത്ത കണ്ണുകളെ കൊണ്ട് രാവണനെ വേദവതി തുറിച്ചു നോക്കി. അതോടുകൂടി രാവണൻ നിശ്ചലനായി, അവൻ സ്തംഭിച്ചു പോയി. പിന്നെ എന്താ ചെയ്തത്? അടുത്ത 8ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. 8ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ശശാപ തം ച ത്വം അരേ മദർത്തേ സബാന്ധവഃ രാക്ഷസ നംക്ഷ്യസി ഇതി സ്വം കൗണപസ്പൃഷ്ടം അശുദ്ധദേഹം യോഗേന സദ്യഃ വിജഹൗ സതീ സ. അന്വയം. തം ശശാപാച, അദ്ദേഹം സ്തംഭിച്ചു പോയല്ലേ? ആ തുറിച്ചു നോക്കിയപ്പോ, ആ വേദവതി തുറിച്ചു നോക്കിയപ്പോ രാവണൻ സ്തംഭിച്ചു പോയി. അവൾ അദ്ദേഹത്തെ എന്താ ചെയ്ത? പിന്നെ ശപിക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ തം ശശാപാച, അവൾ അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തു. അരേ രാക്ഷസ, എടോ രാക്ഷസ, ത്വം മദർത്തേ, നീ എനിക്ക് വേണ്ടി സബാന്ധവഃ, ബന്ധുസമേതം,
നംക്ഷസി ഇതി നശിച്ചു പോകും എന്ന്. സദ്യഹ സാ സതി ഉടനെ ആ സതി കൗണപസ്പൃഷ്ടം രാക്ഷസനാൽ സ്പർശിക്കപ്പെട്ട സ്വം അശുദ്ധദേഹം തൻ്റെ ശരീരത്തെ, അശുദ്ധമായി ആ ശരീരം അല്ലെ, ആ അശുദ്ധമായ തൻ്റെ ശരീരത്തെ യോഗേന വിജഹൗ യോഗം കൊണ്ട് ഉപേക്ഷിച്ചു. ശ്രീനാരദ മഹർഷി തുടർന്ന് പറയണു, സ്തബ്ധനായി നിന്നു രാവണൻ അല്ലെ. അങ്ങനെ നിന്ന ആ രാവണനെ വേദവതി ശപിക്കുകയാണ്. എന്താണ് അവളുടെ ശാപോക്തി? ഞാൻ നിമിത്തം നീ ബന്ധുസമേതം നശിച്ചു പോകട്ടെ. ഇതാണ് വേദവതിയുടെ ശാപം. അതായത് നാരദ മഹർഷി പറയണു, സ്തബ്ധനായി നിന്ന രാവണനെ ആ വേദവതി ശപിച്ചു. ഞാൻ നിമിത്തം നീ ബന്ധുസമേതം നശിച്ചു പോകും. ഇതായിരുന്നു ആ വേദവതിയുടെ ശാപോക്തി. മഹാവിഷ്ണുവിന്റെ പത്നിയാവാൻ പോകുന്ന തൻ്റെ ശരീരം കാമാർത്തനായ ഒരു സ്പർശനത്താൽ അശുദ്ധമായി തീർന്നു. ഭഗവാനാണ് പതിയായിട്ട് വരണത്. ആ ഭഗവാന്റെ പത്നിയാവാൻ പോകുന്നവളാണ് വേദവതി. അങ്ങനെ ആ വേദവതിയുടെ ശരീരം ഈ കാമാർത്ഥനായ ആ രാവണൻ കയറി പിടിച്ചപ്പോൾ ആ രാവണന്റെ സ്പർശനം കൊണ്ട് തന്നെ ദേഹം അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്തത്? ആ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അശുദ്ധമായത് കൊണ്ടാണ് വേദവതി ആ ശരീരത്തെ ഉപേക്ഷിച്ചത് എന്ന് ഈ 8ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി 9ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ജാതാ പുനഃ സാ മിഥിലേശകന്യാ കാലേ ഹരിം ത്വാം പതിം ആപ ദൈവാത് സഹ ഹന്യതാം സത്വരം ആശരേന്ദ്രഃ തന്നാശകാലഃ തു സമാഗതഃ ച. ഇനി അതിൻ്റെ അന്വയാർത്ഥം നോക്കാം. പുനഃ ജാതാസ അല്ലേ, പിന്നീട് ജനിച്ച അവളാണ് ആര്? ഈ വേദവതി. മിഥിലേശകന്യ മിഥിലാരാജപുത്രി സീത. സാ ദൈവാത് അവൾ ദൈവവശാൽ കാലേ ഹരിം ത്വാം യഥാകാലം വിഷ്ണുവാകുന്ന അങ്ങയെ. ഇവിടെ ശ്രീരാമനാണ് മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയല്ലേ രാമൻ. അപ്പോൾ യഥാകാലം വിഷ്ണുവാകുന്ന അങ്ങയെ പതിമാവ ഭർത്താവായി വരിച്ചു ആ വേദവതി. സഹ ആശരേന്ദ്ര വേദവതി എന്ന് വെച്ചാൽ മിഥിലേശകന്യ സീത. സ ആശരേന്ദ്ര ആ രാക്ഷസരാജനെ സത്വരം ഹന്യതാം വേഗം വധിച്ചു കൊള്ളുക. തന്നാശകാലഹാതു അയാൾ ആ രാക്ഷസൻ നശിക്കേണ്ട കാലം സമാഗതഃ ച വന്നെത്തുകയും ചെയ്തു. ഇതിന്റെ വിവരണം നോക്കാം. 9ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം ശ്രീനാരദ മഹർഷി തുടർന്ന് പറയുന്നു. ആ ശരീരത്തെ വേദവതി ഉപേക്ഷിച്ചു അല്ലേ. പിന്നീട് ജനിച്ച അവളാണ് മിഥിലേശകന്യ, മിഥിലാരാജപുത്രി സീത. പുനഃ ജാതാസ പിന്നീട് ജനിച്ച അവളാണ് മിഥിലേശകന്യ. സാ ദൈവാത് അവൾ വിധിവശാൽ ദൈവവശാൽ കാലേ ഹരിം ത്വാം യഥാകാലം വിഷ്ണുവാകുന്ന അങ്ങയെ പതിമാപ ഭർത്താവായി വരിച്ചു. അതുകൊണ്ട് സഹ ആശരേന്ദ്ര ആ രാക്ഷസ രാജേന്ദ്രനെ സത്വരം ഹന്യതാം അതിവേഗം വധിച്ചുകൊള്ളുക. തന്നാശകാലഹ തു നാശകാലം അടുത്തു. അവന്റെ നാശകാലം ആയിരിക്കണം. അയാൾ നശിക്കാനുള്ള കാലം സമാഗതഃ ച വന്നെത്തുകയും ചെയ്തു. വേദവതി അശരീരി വാക്കാണ് കേട്ടത് അല്ലേ. അടുത്ത ജന്മത്തിൽ വിഷ്ണു നിന്റെ ഭർത്താവായി വരും എന്നാണ് ആ അശരീരി വാക്ക് അവൾ കേട്ടത്. ഈ ജന്മത്തിൽ ഫലിച്ചിരിക്കണം. ആ സീത ശ്രീരാമനെ വിവാഹം ചെയ്തു. ഭർത്താവായല്ലോ. ശ്രീരാമനെ വിവാഹം ചെയ്താൽ ഭർത്താവായല്ലോ. വിഷ്ണു അന്ന് രാവണനെ ശപിച്ചതും താമസിയാതെ തന്നെ ഫലിക്കട്ടെ. അപ്പോ അന്ന് രാവണനെ ആ വേദവതി ശപിച്ചത് താമസിയാതെ തന്നെ ഫലിക്കട്ടെ. അത് ഇപ്പോൾ ഈ ജന്മത്തില് വിഷ്ണുവിനെ
ശരീരി വാക്ക് കേട്ടതോടുകൂടി ഈ ജന്മത്തില് വിഷ്ണുവിനെ ലഭിച്ചവൾക്ക്. അപ്പോ അന്ന് ശപിച്ചത് എന്താണ്? രാവണനെ ശപിച്ചതും താമസിയാതെ തന്നെ ഫലിക്കട്ടെ. രാവണനെയും മറ്റു പല രാക്ഷസന്മാരെയും ഒക്കെ ഹനിക്കേണ്ട സമയം ഇതാ ആഗതമായിരിക്കുന്നു. ശ്രീരാമാവതാരം എടുത്തിരിക്കുകയല്ലേ. അപ്പോ ആ വിനലേശപുത്രിയായിട്ട് സീത വന്നിരിക്കുന്നു. അപ്പൊ ആ സീതയെ ഈ വിഷ്ണു ആണ് ശ്രീരാമനായിട്ട് വന്നിരിക്കുന്നത്. മിഥിലേശകന്യയാണ്, വേദവതിയാണ് മിഥിലേശകന്യായിട്ടും വന്നിരിക്കുന്നത്. അപ്പോ ആ രാമനും സീതയും വിവാഹം കഴിച്ചു അല്ലേ. അപ്പോ ഇനി ഈ രാക്ഷസന്മാരെയും രാവണനെയും ഒക്കെ ഹനിക്കേണ്ട സമയവും ആഗതമായി. രാവണന്റെ നാശകാലം വന്നെത്തി. വേദവതിയുടെ കഥ ദേവീ ഭാഗവതം 9-ാം സ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ വിസ്തരിച്ചു പറയുന്നുണ്ട്. ശ്രീനാരദ മഹർഷി പറയണു, ഈ രാവണന്റെ നാശകാലം വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് രാവണനെയും മാത്രമല്ല മറ്റു പല രാക്ഷസന്മാരെയും ഒക്കെ ഹനിക്കേണ്ട സമയമായിരിക്കുകയാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 10 പദച്ഛേദം നോക്കാം. തദർത്ഥം ആരാധയ ലോകനാഥാം നവാഹയജ്ഞേന കൃതോപവാസഃ പ്രസാദ്യ താം ഏവ സുരാഹ നരാഹ ച കാമാൻ ലഭന്തെ ശുഭം ഏവ തേ സ്യാത്. അന്വയാർത്ഥം നോക്കാം. തദർത്ഥം ലോകനാഥാം, അതിനുവേണ്ടി ലോകമാതാവിനെ, കൃതോപവാസ, ഉപവാസമനുഷ്ഠിച്ച്, നവാഹയജ്ഞേന, നവാഹയജ്ഞം കൊണ്ട് ആരാധിക്കൂ. സുരാഹ നരാഹ ച, ദേവന്മാരും മനുഷ്യരും, താം ഏവ പ്രസാദ്യ, ആ ദേവിയെ തന്നെ പ്രസാദിപ്പിച്ച്, കാമാൻ ലഭന്തേ, അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്നു. തേ ശുഭം ഏവ സ്യാത്, അങ്ങേക്ക് നന്മ തന്നെ വരും. ഇവിടെ എന്താണ് ശ്രീനാരദ മഹർഷി വിവരിച്ചു കൊടുക്കുന്നത്? അതായത് രാവണവധം നടക്കേണ്ട സമയമായി അല്ലേ. അതിനെന്താണ് വേണ്ടത്? അതിനു വേണ്ടിയിട്ട് രാമൻ ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് നവാഹയജ്ഞം നടത്തണം എന്നാണ് പറയണത്. അതായത് തദർത്ഥം ലോകനാഥാം കൃതോപവാസാം, ഉപവാസം അനുഷ്ഠിച്ച് ലോകമാതാവിനെ നവാഹയജ്ഞേന, നവാഹയജ്ഞം കൊണ്ട് ആരാധിക്കൂ എന്നാണ് നാരദ മഹർഷി പറയണത്. സുരാഹ നരാഹാച, ദേവന്മാരും മനുഷ്യന്മാരും ഒക്കെ തന്നെ താം ഏവ പ്രസാദ്യ, ആ ദേവിയെ തന്നെ സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ ആ ദേവിയെ തന്നെ പ്രസാദിപ്പിച്ച്, കാമാൻ ലഭന്തേ, അഭീഷ്ടങ്ങൾ സാധിക്കുന്നു. തേ ശുഭം ഏവ സ്യാത്, അങ്ങയ്ക്ക് എന്നും എന്നും നന്മ വരട്ടെ എന്ന് നാരദ മഹർഷി പറയാണ്. രാവണവധം നടക്കേണ്ട സമയമായിരിക്കണോ അല്ലേ. അതിനുള്ള സമയം ആഗതമായി. അതിന് രാമൻ എന്താ വേണ്ടത്? ഉപവാസം അനുഷ്ഠിച്ച് നവാഹ യജ്ഞം നടത്താം. എന്താണ് നവാഹയജ്ഞം? ദേവിയുടെ കഥകൾ കേൾക്കുക, ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ദേവിയുടെ കീർത്തനങ്ങൾ പാടുകയും ദേവിയെ പൂജിക്കുകയും ഒക്കെ ചെയ്ത് ദേവി ആരാധന 9 ദിവസം നടക്കണം. ഇതാണ് നവാഹയജ്ഞം. അതാണ് നവാഹ. നവം എന്ന് വെച്ചാൽ 9. 9 ദിവസത്തെ യജ്ഞം. ഈ യജ്ഞം കൊണ്ട് ദേവി പ്രസാദിക്കും. അതുവഴി രാവണനെ വധിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ രാവണവധം സാധിക്കുകയും ചെയ്യും. ദേവന്മാരും മനുഷ്യന്മാരും ഒക്കെ അവരവരുടെ കാര്യസിദ്ധിക്കായിട്ട് ഈ ദേവിയെ, ഈ ജഗദംബയെ ആണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലയോ രാമ, അങ്ങേക്കും നന്മ വരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരദ മഹർഷി അവിടെ നിന്ന് യാത്രയായി. പറയേണ്ടതെല്ലാം നാരദ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു, എല്ലാം പറഞ്ഞു കൊടുത്തു. ദേവീ പ്രസാദം കൊണ്ടാണ് ഓരോന്നും നേടിയെടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു നാരദ മഹർഷി രാമനും നന്മ വരും എന്ന്.
ഈ 10ാമത്തെ ശ്ലോകത്തിലൂടെ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.